ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കാണെങ്കിൽ ഒരു ശകലം പോലും സുഖമില്ല, ഒട്ടും വയ്യ. പിന്നെ ആണെങ്കിൽ ഇന്നലെ കോഴിക്കൂടിനകം വൃത്തിയാക്കുമായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് എനിക്ക് മുറ്റമൊക്കെ തൂക്കാൻ ഭയങ്കര പാടായിരുന്നു. പുറവശത്തെ മുറ്റമൊന്നും തൂത്തില്ല. സാധാരണ പിന്നെ മുറ്റം തൂക്കുമ്പം പുറവശത്തെ മുറ്റം എല്ലാം തൂത്ത് വരും. കാരണം അവിടെ ഈ റംബുട്ടാൻ്റെ മരം ഉള്ളത് കൊണ്ടേ അത് പൊഴിഞ്ഞു വീണ്ടി കിളികളെല്ലാം തിന്നിട്ട് അതിൻ്റെ തോടെല്ലാം അവിടെ വീണിങ്ങനെ കിടക്കും. ഒരുപാട് വീണ് കിടപ്പുണ്ട്. ഒന്നും തൂത്ത് കളയാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഹെൽത്തിൽ നിന്ന് അവർ വന്നിട്ടുണ്ടായിരുന്നു. മഴയൊക്കെ ആയിരുന്നു. അപ്പം പിന്നെ ഇന്നലെ ചെറുതായിട്ട് മഴ ചാറിയതിൻ്റെയും എല്ലാം കൂടെ പിന്നെ കോഴിക്കൂടിൻ്റെ അവിടെ ഞാൻ അവിടെ നിന്നും കഴുകിക്കളയുമാവുന്ന പോലെ. പക്ഷേ ഇന്ന് കഴുകിക്കളയാനൊന്നും പറ്റിയില്ലായിരുന്നു. എനിക്ക് തീരെ വയ്യാത്തതുകൊണ്ട് അത് പിന്നെ കോഴിക്കൂടിനകം എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ 2 ദിവസത്തേക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. അജുമോനാണെങ്കിൽ അതിനകത്ത് കയറാനൊക്കത്തില്ല. അങ്ങനെ കയറിക്കഴിഞ്ഞാൽ അവനും കയറി അത് നീക്കാൻ വന്നു കഴിഞ്ഞാൽ അവന് അസ്വസ്ഥതയും പനിയെല്ലാം വരും. പിന്നെ അതുകൊണ്ട് എത്ര നമ്മൾ മാസ്കൊക്കെ വെച്ചാലും നമുക്ക് അതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ഇന്ന് പിന്നെ അത്ര സന്തോഷമൊന്നുമില്ല. ഇന്നലെ ആണെങ്കിൽ അജു ഒരു 12:30 വരെ അവനൊത്തിരി എഴുതാനും ഉണ്ടായിരുന്നു. പിന്നെ അപ്പം 12:30 വരെ എല്ലാം അവനിരുന്ന് എഴുതുകയോ എടുക്കുകയോ എല്ലാം ചെയ്തപ്പോഴെല്ലാം അവന് ഭയങ്കര വിഷമമായിരുന്നു. നമ്മുടെ പിന്നെ വയനാട്ടിൽ പിന്നെ എല്ലാവരും അവിടെ ഉണ്ടായ ദുരന്തത്തിൻ്റെ കാര്യം മാത്രമേ ഉള്ളായിരുന്നു അവന് പറയാൻ ഇന്നലെ. അപ്പം ഇന്നലെ ആണെങ്കിൽ അജു പോയിട്ട് പിന്നെ ചിക്കന് വിലക്കുറവ്, നമ്മുടെ വീട്ടിലെ കോഴി അവൻ തിന്നത്തില്ല. അപ്പോൾ അവൻ ഇന്നലെ ഒട്ടുപാല് കൊണ്ട് കൊടുത്തിട്ട് ഒരു ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നു. അത് വറുത്ത് അച്ചാച്ചനെ തിന്നാൻ വിളിച്ചപ്പം അതിന് മുമ്പേ അച്ചാച്ചൻ കഴിച്ചിട്ട് കിടന്നതായിരുന്നു. അച്ചാച്ചൻ 7 മണിക്ക് കഴിക്കും കേട്ടോ. അപ്പം പിന്നെ അച്ചാച്ചൻ പറഞ്ഞു, മോനെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അത് പിന്നെ ഉണ്ടാക്കി വെച്ചിട്ട് അച്ചാച്ചന് കൊടുക്കാതെ തിന്നപ്പോൾ അതൊരു വിഷമം. ഞാൻ രാത്രി തന്നെ കുറച്ച് കറി ഉണ്ടാക്കി വെച്ചായിരുന്നു. അന്നേരം അജുമോനും ഒക്കെ രാവിലെ എടുത്ത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ ചപ്പാത്തിയുടെ കൂടെ അന്നേരം രാവിലെ ഒരു 2-3 കഷ്ണം ഞാനൊരു മസാല പോലെ ഉണ്ടാക്കിയായിരുന്നു സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അതും കഴിച്ചിട്ടായിരുന്നു കുഞ്ഞ് പോയത്. അപ്പം അവന് കറി വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ അപ്പം ഇന്നലെ മൊത്തം അവന് ആ ഒരു വിഷമം. അജുമോൻ്റെ പിന്നെ സെൻറ്റ് സ്റ്റീഫൻസിലെ ഒരു സ്കൂള് വയനാട്ടിലുണ്ട്. അപ്പോൾ അവിടുത്തെ 2 കുഞ്ഞുങ്ങൾ മരിച്ചുപോയി. അപ്പം ക്ലാസ് ടീച്ചർ അതേക്കുറിച്ചെല്ലാം പറഞ്ഞു. അതൊക്കെ കേൾക്കുമ്പോൾ അവന് മനസ്സിനകത്ത് ഭയങ്കരമായിട്ട് അങ്ങ് ഫീൽ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അത് അവനൊരു വല്ലാത്ത സങ്കടം. അത് മുഴുവൻ അവനിവിടെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അത് മൊത്തം വന്നപ്പം മുതൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മുതൽ അജുവിന് അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇതുപോലുള്ള വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ അവനിങ്ങനെ അത് നമുക്ക് TV ഇല്ലാത്തത് കൊണ്ട് ഫോണിൽ കൂടെ എടുത്തു വെച്ച് അജുമോൻ കാണാറുള്ളത്. അജു അത് എടുത്തു വെച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടങ്ങ് ഇരിക്കുകയോ. കണ്ടുകൊണ്ടിരുന്ന അവന് ഭയങ്കര ഒരു സങ്കടം. കാണുന്നതിൻ്റെ അനുസരിച്ച് അവനത് വിഷമം. അപ്പം ഓരോ കുഞ്ഞുങ്ങളൊക്കെ 2 കുഞ്ഞുങ്ങൾ ഒന്നിച്ച് പിന്നെ 7 വയസ്സും 9 വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ മരിക്കുന്നു. അതൊക്കെ കണ്ടപ്പം മരിച്ചെന്നൊക്കെ അതൊക്കെ അവനങ്ങ് ഭയങ്കര സങ്കടമാണ്. പിന്നെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഒരു അമ്മൂമ്മ ഇരുന്നിട്ട് പിന്നെ കെട്ടിവെച്ച പോലെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന അമ്മച്ചി, എന്നിട്ടും ആ കുഞ്ഞും അമ്മൂമ്മയും മരിച്ചു പോയത്. അതങ്ങനെ ഓരോ കാര്യവും പറയുമ്പോൾ അവനങ്ങ് ചങ്ക് പൊട്ടിക്കൊണ്ടിരുന്നാണ് പറയുന്നത്. അപ്പം അതിലൊരാൾ പറയുന്നുണ്ട്, 1 മാസം ഗർഭിണിയായ ഒരു പെൺകുട്ടിയുണ്ട്. പിന്നെ അതുപോലെ ഞങ്ങളുടെ 2 നില വീട് താഴത്തെ നിലയിൽ വെള്ളം കയറിയപ്പോൾ ഞങ്ങൾ മുകളിലത്തെ നിലയിൽ പോയി ഞങ്ങൾ തൂണെ പിടിച്ചുകൊണ്ട് നിന്ന്. എൻ്റെ കുറേ ഡോക്യുമെൻസും 60 പവനും അതിനകത്തുണ്ട്. അതെനിക്ക് തിരിച്ചു കിട്ടണമെന്ന് പറയുമ്പോൾ അജു പറയുന്നുണ്ട്, എത്ര പേരുടെ ജീവൻ പോയി, എത്ര കുഞ്ഞുങ്ങളെല്ലാം ചത്തുപോയി. അന്നേരമാണ് ഈ 60 പവനും ഒരു വീടും പോയി അത് പിന്നീട് നമുക്ക് ഉണ്ടാക്കാം. ജീവനല്ലയോ വലുത്, ജീവനേക്കാൾ വലുത് വല്ലതും ഉണ്ടോ, അമ്മച്ചി പറയുന്നതൊക്കെ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവന് അതും വല്ലാത്ത ഒരിത്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അവനിങ്ങനെ പറഞ്ഞു. അവനങ്ങ് വിഷമം. അത് കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞു, സാരമില്ല മോനെ, നമുക്ക് എന്തോ ചെയ്യാനൊക്കെ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് എന്തെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം നമുക്ക് ചെയ്യാം. അന്നേരം അവൻ എന്നോട് പറഞ്ഞു, എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ സഹായിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് എല്ലാവരെയും ഒന്ന് സഹായിക്കണമെന്നുണ്ട് അമ്മച്ചിന്ന് എന്നോട് പറഞ്ഞു. അപ്പം അച്ചാച്ചൻ വെള്ളം കുടിക്കാൻ എടുക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. അങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് പിന്നെ അത് ഭയങ്കര ഒരു ഇതായി. എന്നിട്ട് ഞാൻ പറഞ്ഞു, മോൻ്റെ യൂട്യൂബ് ചാനലിനകത്തോട്ട് ഇട്.
എല്ലാവരും സഹായിക്കണമെന്ന് പറഞ്ഞ് ഉടുതുണിക്ക് മറുതുണി പോലും ഇല്ല അമ്മച്ചി, ഒരു തുണിയില്ല, അവർക്ക് ആർക്കും ഡ്രസ്സുകളില്ല, അവർക്ക് വീടില്ലെന്നുള്ളത് പോട്ടെ, അവർക്ക് ഡ്രസ്സുകളോ കഴിക്കാനുള്ള ആഹാരവും നമുക്ക് എത്തിച്ചു കൊടുക്കാനുള്ള നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം വേണം. അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നീ അതിനൊന്നും ഓർത്ത് ടെൻഷൻ അടിപ്പിക്കണ്ട. അങ്ങനെയൊക്കെ ടെൻഷൻ അടിക്കുമ്പോൾ പെട്ടെന്നൊരു പനി വരും അജുവിന്. പിറ്റേന്നൊരു മൂക്കിന് ഒരു അസ്വസ്ഥത അതും ഇതുമെല്ലാം. അപ്പം ഞാൻ പറഞ്ഞു, മോനെ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, നമുക്ക് എന്തെങ്കിലും ചെയ്യാവിടാന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, അമ്മച്ചിയുടെ ചാനലിനകത്ത് ഉള്ളവരെല്ലാവരും എല്ലാം കാണുമോ, കമൻ്റ് അയക്കുകയോ എല്ലാം ചെയ്യുന്നവരല്ലേ, അമ്മച്ചി ഒരു മെസ്സേജ് ഇടും, അമ്മച്ചി എല്ലാവരും ചേർന്ന് സഹായിക്കുമോ എന്ന് പറഞ്ഞു. അമ്മച്ചി ഒരു വീഡിയോ ഇടമ്മച്ചി എന്ന് പറഞ്ഞു. അവനങ്ങ് ഭയങ്കര സങ്കടം. നമ്മളെന്തുവാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാവരും കൂടെ പറയണം. അജുമോന് നമ്മുടെ ഇവിടെ അടുത്തുള്ള നമ്മുടെ ഇവിടെ സ്കൈലൈൻ എന്ന് പറയുന്ന നമ്മുടെ ഈ ഇവിടുത്തെ പിന്നെ റബ്ബർ പ്ലാന്റേഷനുണ്ട്. അവിടുത്തെ സാറ് നന്ദകുമാർ സാറ് ഇന്നലെ അജുമോൻ മുട്ട കൊണ്ടുവന്ന് കൊടുക്കുക. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ഹസൻകുട്ടിയണ്ണൻ്റെ കടയുടെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ അവിടെ സാറ് താമസിക്കുന്നത്. മുട്ട കൊടുക്കാൻ ചെന്നപ്പോൾ സാറിനോട് പറഞ്ഞു, സാറേ സ്കൂളിലാണെങ്കിൽ ഇതുപോലെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പൈസ കൊടുക്കാനായിട്ട് ചോദിക്കുന്നുണ്ട്. സാർ എന്തെങ്കിലും ഒരു കുഞ്ഞൊരു സംഭാവന തരാൻ പറഞ്ഞു. അപ്പം സാറ് 500 രൂപ അവന് കൊടുത്തിട്ട് സാറ് പറഞ്ഞു, സാറ് 1000 രൂപ വേറെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സാറ് കൊടുത്തിട്ടുണ്ട്. മോനെ ഇതുപോലൊക്കെയല്ലേ നമുക്ക് സഹായങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് സാറ് 500 രൂപ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഹസൻകുട്ടിയണ്ണൻ്റെ അടുത്ത് ഷീജാക്ക 100 രൂപ കൊടുത്ത്. ഷീജാക്കായിക്കാണെങ്കിലും ഭയങ്കര സങ്കടം, മക്കളെ നമുക്ക് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും കൊടുക്കണമെന്നും തുണിയോ എന്തുവാന്ന് വെച്ചാൽ കൊടുക്കണോ. ഷീജാക്കായിക്കായാലും എല്ലാവർക്കും ഭയങ്കര സങ്കടം. എനിക്കും അജുവിനും പറഞ്ഞറിയിക്കാൻ വയ്യ. ഞാൻ 2 ദിവസം കൊണ്ട് നിങ്ങളോട് ഇതേക്കുറിച്ച് പറയുന്നുണ്ട് ചെറുതായിട്ടെങ്കിലും, പക്ഷേ നിങ്ങളാരും ഒന്നും പ്രതികരിച്ചിട്ടില്ല. ഞാൻ ഇന്ന് കാര്യമായിട്ടാണ് ചോദിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എന്തെങ്കിലും ഒരു നിശ്ചിത തുക ഇടാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇടണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അജുമോൻ്റെ സ്കൂളിൽ നിന്ന് നാളെ ശനിയാഴ്ച തുണികളെല്ലാം എടുത്ത് തുണികളും മറ്റ് സാധനങ്ങളെല്ലാം അവിടെ എത്തിക്കാനായിട്ടുള്ള ഭയങ്കര ശ്രമം നടക്കുക. കാരണം അജുമോൻ്റെ സ്കൂളിൽ 4000 കുട്ടികളുണ്ട്. ബോയ്സ് സ്കൂളിലും ഗേൾസ് സ്കൂളിലും 2 സ്കൂളിലും കൂടെ. അപ്പോൾ അതിൽ നിന്ന് കുഞ്ഞുങ്ങൾ അവരുടെ കഴിവിൻ്റെ അനുസരിച്ച് കൊടുക്കുക. അവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാവരും വലിയ പണക്കാരൊന്നുമല്ല കേട്ടോ. അവിടെ മലയാള സ്കൂളിൽ അജുമോനൊക്കെ മലയാള മീഡിയത്തിലെ സാധാരണ പാവം പിടിച്ച കുഞ്ഞുങ്ങളൊക്കെയാണ് അവിടെ പഠിക്കുന്നത്. വലിയ പണക്കാർ മക്കളൊന്നുമല്ല. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉള്ളൂ, പൈസ കൊടുത്ത് പഠിക്കുന്ന ഇച്ചിരി സാമ്പത്തികമൊക്കെയുള്ള കുഞ്ഞുങ്ങളൊക്കെ. എല്ലാവരും കൂടെ ഒന്ന് ഒത്തുചേർന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു ആശ്വാസമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾക്ക് എല്ലാവരും കമൻ്റ് അയക്കണം. നിങ്ങളെയും കൊണ്ട് ആരെയും കൊണ്ടെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഞാൻ ഗൂഗിൾ പേ നമ്പർ തരുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു.